ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ആനന്ദ് സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈം എക്സാമിന്റെ പോർഷൻസുകളെല്ലാം പഠിച്ച് അത് സെറ്റ് ആക്കി പിന്നെ അതിന്റെ ഓണപരീക്ഷ എഴുതാൻ. ഓണപരീക്ഷ ഫസ്റ്റ് ടൈം എക്സാമിന്റെ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? കാരണം ഫസ്റ്റ് ടൈം എക്സാം എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ഒരു ഫസ്റ്റ് ടൈമിന്റെ പോർഷൻസിന്റെ ലോഡ് അവിടെ കുറയും. ഫസ്റ്റ് ടൈം എക്സാമിന്റെ പോർഷൻസ് ഏതൊക്കെയായിരുന്നു? ഈ 3 ചാപ്റ്റേഴ്സുകളായിരുന്നു അല്ലേ? ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് അല്ലേ? അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സുകൾ നമ്മൾ പഠിച്ച് സെറ്റാക്കി അതിന്റെ പരീക്ഷ എഴുതിച്ചേക്കുവാണ്. സെക്കൻഡ് ടൈമിന്റെ എക്സാമിന്റെ പോർഷൻസ് നമ്മൾ ചെയ്യണം ഈ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കേട്ടോ. ഗെറ്റിംഗ് സ്റ്റാർട്ട് വിത്ത് C++, ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്, ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, കൺട്രോൾ സ്റ്റേറ്റ്സ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇത്രയാണ് സെക്കൻഡ് ടൈം എക്സാമിന്റെ പോർഷൻസ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് ടൈം എക്സാമിന്റെ കൂട്ടല്ല, ഇതൊരിക്കലും സ്കൂളുകാരല്ല നടത്തുന്നത്. എന്താണ് മക്കളെ? സർക്കാർ നടത്തുന്ന എക്സാം. അതായത് കേരളം ഫുൾ ഒറ്റ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നായിരിക്കും നിങ്ങളുടെ CE മാർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കും. സോ നമ്മൾ ഇത് വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് തന്നെയാണ് സെക്കൻഡ് ടൈം എക്സാമിന്. അപ്പോൾ സാറ് എനിക്ക് സെക്കൻഡ് ടൈം എക്സാമിന് ഫസ്റ്റ് ടൈമിന്റെ എക്സാമിന്റെ പോർഷൻസ് ഉണ്ട് സാർ ഇട്ടേക്കുന്നല്ലോ ഉണ്ട്. ഫസ്റ്റ് ടൈം എക്സാമിന്റെ പോർഷൻസും സെക്കൻഡ് ടൈം എക്സാമിന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് ഫസ്റ്റ് ടൈം എക്സാമിന്റെ പോർഷൻസ് പഠിച്ച് മാറ്റി വെക്കണേ. എന്തായാലും ഫൈനൽ എക്സാമിന് ആവശ്യമുണ്ട് ഫസ്റ്റ് ടൈം എക്സാമിന്റെ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടൈം വൈസ് പഠിച്ച് മാറ്റി വെക്കുക നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇനിയും പഠിച്ച് തുടങ്ങാത്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ. അതായത് ഗെറ്റിംഗ് സ്റ്റാർട്ട് വിത്ത് C++ നമുക്ക് ഇതുവരെ യുവ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്ത യുവ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഓണത്തിന്റെ അവധി കഴിഞ്ഞിട്ടായിരിക്കും മേ ബി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഓണത്തിന്റെ അവധി കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഇതുവരെ പഠിക്കാത്ത മക്കളുണ്ടെങ്കിൽ ആ ഒരു അവധിയിൽ ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഈ സെക്കൻഡ് ടൈം എക്സാമിന്റെ പോർഷൻസ് പഠിച്ച് തീർക്കാം. അപ്പോൾ എന്തൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് നമ്മൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എന്ത് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ആണ്.